പക്ഷേ ഈ പറയുന്ന എയർ പൊല്യൂഷൻ ആണെങ്കിലും വാട്ടർ പൊല്യൂഷൻ ആണെങ്കിലും ഈ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആ ഒരു നരകത്തിലേക്ക് പോകുന്ന യാത്ര, അത് നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും. കാരണം അത് കണ്ടുപിടിച്ചത് ഞാനാണ്. ഓക്കെ, അതിന്റെ റിസർച്ചർ ഞാനാണ്. ഇതെല്ലാമാണ് ഇവിടുത്തെ അവസ്ഥ. മൾട്ടിനാഷണൽ കമ്പനീസും ഈ പറയുന്ന 2030 അജണ്ട അവരെല്ലാം അവിടെ ചെയ്യുന്നു. ഇതെല്ലാം എന്റെ റിസർച്ച് വഴി ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ്. അതായത് എന്റെ മെഡിറ്റേഷൻ വഴി, എന്റെ ഇൻഡ്യൂഷൻ വഴി, എന്റെ സ്പിരിച്വൽ ജേണി വഴി എനിക്ക് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം എന്നിലേക്ക് വന്നു ചേർന്നു. അതിനുശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ പേടി വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താൻ തോന്നുന്നില്ല. ഈ വിഡ്ഢികളായ അപ്പന്മാരുടെ കാല് പിടിച്ച് പിന്നെയും നടക്കുന്നു. അതായത് വിഡ്ഢിയായ പിണറായി വിജയനെയും ഈ പറയുന്ന അല്ലെ UDF, LDF, BJP, നരേന്ദ്രമോദിയായ ആ ഒരു വിഡ്ഢിനെ എല്ലാം ചുമക്കുന്ന വിഡ്ഢികളായ ആൾക്കാർ പിന്നെ അവർ ചുമന്നു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നിങ്ങളുടെ ബുദ്ധിഹീനതയാണ്. ഓക്കെ, തമോ ഗുണമുള്ള ബുദ്ധി, വെറും വേസ്റ്റ് ആയിട്ടുള്ള ബുദ്ധി. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. അതായത് എന്റെ പ്രൊജക്ട് എന്തായാലും ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ അതിനുള്ളിൽ എന്റെ കുഞ്ഞുങ്ങളുടെ ശരീരം ഒന്നും കേടാവരുത്. കാരണം അവർ 0 to 100% ചെയ്യുന്ന ജീവിതശൈലി ഫുൾ അവർ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് തന്നെയാണ് ബ്ലാക്ക് റോക്ക് എല്ലാം ആ ഒരു ഹോസ്പിറ്റലെല്ലാം മേടിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഇനി പെട്ടെന്നായിരിക്കും ആ ഒരു ഗ്രാഫ് പോകുന്നത്. എന്നിട്ട് അവർ അതിനൊരു കൊറോണയെന്നോ നിപ്പയെന്നുള്ള ഒരു പേര് വിടും. അപ്പൊ ആരെയും കുറ്റം പറയില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ സൊല്യൂഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതെല്ലാം എന്റെ കയ്യിൽ പദ്ധതിയുണ്ട്. പക്ഷെ അതുവരെയും കുഞ്ഞുങ്ങളെല്ലാം സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ വിഡ്ഢികളായ പ്രായം ചെന്ന ആൾക്കാരെ ഞാൻ വിട്ടുകഴിഞ്ഞായി. കാരണം അവരെല്ലാം ആ ഒരു ബുദ്ധിഹീനരായി മാറിക്കഴിഞ്ഞു. ഓക്കെ, പ്രതികരിക്കില്ല, ആ ഒരു നട്ടലില്ല, ആ ധൈര്യമില്ല. സിനിമാ നടന്മാരാണെങ്കിലും ബിസിനസ് ആൾക്കാരാണെങ്കിലും എല്ലാം വേസ്റ്റായി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാവിധ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ എയുടെ ഒരു വീഡിയോ, ഓക്കെ, അതായത് ഒരു ഡമ്മഡ് വീഡിയോ ആണ്. അതായത് നരേന്ദ്രമോദിനെ കളിയാക്കുന്ന ഒരു വീഡിയോ ആണ്. അത് കളിയാക്കലാന്ന് പോലും തിരിച്ചറിയാത്തൊരു വിഡ്ഢിയായ ഒരു നേതാവ് അത് പോയി പറഞ്ഞ് കയ്യടി മേടിക്കുന്നു. നരേന്ദ്രമോദിനെയാണ് 4 വയസ്സുള്ള അമേരിക്കൻ പയ്യന് ഇഷ്ടമുള്ളൂ. ഓക്കെ, അതായത് ഫുൾ ആയിട്ടുള്ള ഒരു ജനാധിപത്യം, അതോടൊപ്പം തന്നെ വിഡ്ഢികളായ MLA, MP, ഗവർണർ, ജുഡീഷ്യറി സിസ്റ്റം അല്ലെ, കുഞ്ഞുങ്ങളെല്ലാം 14 വയസ്സുള്ള കുഞ്ഞുങ്ങളും എല്ലാം ഗർഭിണിയായി നടക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും എല്ലാം പരസ്പരം പെണ്ണുങ്ങളെയും മക്കളെല്ലാം പീഡിപ്പിക്കുന്നു. ഇതൊന്നും ആരും സൊല്യൂഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന സൊല്യൂഷൻസ് അത് പീക്കായിരിക്കും. കാരണം അതിലാർക്കും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ചിക്കൻ ബോക്സ് കൂടുന്നു. എന്റെ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം കടിച്ചിരുന്ന കൊതുകുകൾ ഇതൊന്നും സാധാരണ കൊതുകുകളല്ല, ഇവിടെ ഉണ്ടായ കൊതുകുകളല്ല. ഇതിന്റെ എല്ലാം ശരീരം നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അതായത് ആരോ അല്ല, ബിൽഗേറ്റ്സ് തന്നെ. ഓക്കെ, അസുഖം കൂട്ടാൻ വേണ്ട പരിപാടി. അപ്പൊ അതോടൊപ്പം തന്നെ അഴുക്ക് ചാലല്ലേ ഇവിടെ മുഴുവൻ. നമ്മുടെ ഗവൺമെന്റ് അഴുക്കായതുപോലെ തന്നെ എല്ലാം അഴുക്ക് ചാല തന്നെ. അപ്പൊ ഇവർക്ക് വളരാനുള്ള സാഹചര്യം കൂടി. അപ്പൊ നൈസ്ലി ഇപ്പോൾ വരുന്നു, കുറെ പ്രൊജക്ടുകൾ വരുന്നു, പ്രൊഡക്റ്റുകൾ വരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒഴുകുന്നത് ആ ഹോസ്പിറ്റലിലേക്കാണ്. അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ റോങ് തന്നെയാണ്. എല്ലാവരും റോങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ റോങ് ആയ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വരുത്തുകയാണ്. അതായത് 2030 അജണ്ട അവർ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ 2100 വരെയുള്ള കാര്യം ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഭൂമി, ഒരു ലോകം, ഒരു ജീവിതം, ഒരു മനസ്സ്, ഒരു സ്നേഹം, ഒരു ദയ, ഒരു സുഖം മനുഷ്യന്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ 2030 കുറച്ച് അല്ലുപടി കേസ് അപ്പൂമാരല്ലേ കുഞ്ഞുങ്ങളെല്ലാം കൊന്ന് തിന്ന് ബലി തെളിക്ക് നടക്കുന്ന ആ ഫൂൾസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമായിരിക്കും നടക്കുന്നത്, എന്റെ കാര്യമായിരിക്കും നടക്കുന്നത്. ഓക്കെ, അതായത് എനിക്ക് ചുറ്റും കുറെ ഗുരുക്കന്മാരുണ്ട് എന്റെ. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഭയപ്പെടേണ്ട.